ഫേടാൻ പറ്റുമോ? ഓ ചുണ്ടൊക്കെ തുടങ്ങി. ഒരു തേങ്ങയില്ല, നീ കഴിക്കണേ. നിനക്കായി ബുദ്ധിമുട്ട് പൊക്കോ. ഹലോ, അപ്പൊ ഇവിടെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞ? ഇന്നത്തെ വീഡിയോ ചലഞ്ച് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ചലഞ്ച് കുറെ ആയിട്ട് നമ്മുടെ അടുത്തൊരു ഞങ്ങള് രണ്ടാളും തമ്മിൽ നേർക്ക് നേരിലെ യുദ്ധം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ കാത്തു എഴുന്നേക്കുമ്പോൾ നമുക്ക് ചലഞ്ച് സെറ്റ് ആക്കണം. അപ്പൊ എന്താ ചലഞ്ച് വെച്ച് വലിയ ചലഞ്ച് ഒന്നുമില്ല. ഞങ്ങൾ ആദ്യം പിസ്സ ഒക്കെ വെച്ച് ചലഞ്ച് ചെയ്യാൻ കഴിച്ചു. അതിന് വഴിയെ വരാന്ന് വെച്ചു. ആദ്യം 8 പണിയുമ്പോൾ തുടങ്ങാന്ന് വെച്ചു. ഐശ്വര്യം എന്താ നല്ല എരിവുള്ള, മാക്സിമം എത്രത്തോളം പച്ചമുളക് ഇടാൻ പറ്റും അത്രത്തോളം എരിവുള്ള ഒരു ചമ്മന്തി, നല്ല ചോറ്. ചമ്മന്തിയും കുറെ കൊടുക്കും, ചോറും കൊടുക്കും. ആ മൊത്തം തിന്ന് തീർക്കണം. ആര്? നമ്മള്. അതാണ് ചലഞ്ച്. പോരാത്തിന് 2 പച്ചമുളക് ഉണ്ടാവും. ഒരു പച്ചമുളക് അത് നിന്ന് തീർക്കണം. മാക്സിമം ഇങ്ങനെ എരിവാക്കാൻ പറ്റും അത്രത്തോളം എരിവാക്കും. പച്ചമുളക് ചമ്മന്തിയിൽ ഇട്ടോ, അല്ലാതെ വെറുതെ വന്നിട്ട് തിന്നണ പരിപാടി ആ പരിപാടി ഇല്ല. ഞാൻ കണ്ടിട്ട് അതിന്റെ ഒരു തരം 2 തരം 3 തരം ഇങ്ങനെ കടിക്കാൻ ചോദില്ല. അവസാനം ഫ്ലാറ്റ് മൊത്തം ഓടണം. കുഴപ്പമൊന്നുമില്ല. അടുത്തത് ആശുപത്രിയിലത് നമുക്ക് ഒരു പോക്ക് പോവും. 2 ബാത്റൂമുള്ള കുഴപ്പമില്ല. ഞാനാ തോക്കാന്ന് ആരും ഇപ്പന്നെ വിലയിരുത്താണോ? അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെയാവും എന്താവുന്നുള്ളത്. അപ്പൊ നിക്ക്, അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം. നിങ്ങളെ കാത്തുമ്പോ ഉറങ്ങാട്ടോ. ഇപ്പൊ ഉറങ്ങിട്ട് ഞങ്ങൾ കൊറേ നേരത്തെ എടുക്കണം എന്ന് വെച്ച വീഡിയോ ആണ്. പക്ഷെ ഉറങ്ങാതെ ഏകദേശം ടൈം 2 മണിക്ക് ആയിട്ടുണ്ട്. ചോറിനിട്ടില്ല ഇതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് ചോറുണ്ടെന്ന് 8ന്റെ പണിയായിരിക്കണം എന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. നല്ല പണിയാവും എന്തായാലും. അപ്പൊ നമുക്ക് വീഡിയോ നാളെ എനിക്ക് ഏറ്റവും പണിയിട്ടാവും. നാളെ ഇങ്ങനെ തിരിഞ്ഞെടുക്കുന്നത് ഫാൻ ഇട്ടിട്ട് അങ്ങനെ ചമ്മന്തിന്ന് വ്യതിചരിച്ചൂലോ. അത് ചമ്മന്തി മാറ്റിട്ട് ഞങ്ങള് തക്കാളി കറിയാക്കി. എന്നെ കാണാനില്ലല്ലോ. കാറ്റായ കാരണം ഒന്നും പറയാൻ പറ്റില്ല. പ്രവചനാതീതമാണ് എല്ലാ കാര്യങ്ങളും. നമ്മളായിരിക്കും ഇപ്പൊ ഉറങ്ങി ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞു. പക്ഷെ ഒരിക്കലല്ല, അവൾ ചിലപ്പോ അവിടെ നിന്ന് കളിക്കുന്നുണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞാലാണ് നമ്മൾ അറിയാന്ന് മാത്രം. ചിലപ്പോൾ പെട്ടെന്നുള്ള കരച്ചിലായിരിക്കും. അപ്പൊ അത് കാരണം ശബ്ദമില്ലാത്ത പരിപാടികൾ എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ള ആസൂത്രണത്തിലൊരുവിൽ നമ്മൾ തക്കാളി കറിക്ക് മാറി. അതും ഏറ്റവും നല്ല വിളകിട്ടിട്ട് അതായത് മൂട്ടിക്കൂടെ പുക പോണം. ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്ന അത്ര രീതിയിലായിരിക്കും നമ്മളെ കറി ഉണ്ടാക്കുന്നത്. മറ്റേ മാഗി ഇല്ലേ, എന്താ പറയാ, സ്പൈസി മാഗി. അതേപോലെ കണ്ണെന്നും മൂക്കൊന്നൊക്കെ ആയിരിക്കോ. ഒരു കാര്യം നീ വിട്ടു, മെയിൻ സ്ഥലം പറഞ്ഞില്ല. എന്തിനാണ് വാര്യരെ ഈ ക്രൂരത? കൊല്ലാതിരുന്നൂടെ? കാരണം എന്താ പറയുക, നമ്മള് കൊറേ ചലഞ്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ? അപ്പൊ അത് കാരണം കേട്ടാ മറ്റൊന്ന് എന്റെ ബർത്ത്ഡേ 20-ാം തീയതി. ഇതുവരെ കഴിഞ്ഞ തീരുമാനം എന്റെ കെട്ടിലേക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. ആഘോഷിക്കുന്നെങ്കിൽ ഡ്രസ് എടുത്ത് തന്നിട്ടില്ല. എങ്ങനെ വൈരാഗ്യം വീട്ടാം എന്നായിരുന്നു ഞാൻ ആലോചിച്ചു. മനസ്സിലായില്ലേ? റൂട്ട് പോയ വഴി മനസ്സിലാവണത് ഇങ്ങനെയാണ്. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇന്ന് പോയിട്ട് എനിക്ക് ഡ്രസ് എടുത്ത് തന്നില്ല, മറ്റന്നെയാണ്. അപ്പൊ ഇന്ന് പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയുള്ള വീഡിയോകളിൽ എന്റെ ദയനീയമായ രോദനമായിരിക്കും ഇനി കേൾക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ മൂട്ടിക്കൂടെ പുക പോകുന്ന തോന്നുന്നത് അത്രയ്ക്ക് എരിവിടാനാണ് സാധ്യത. അല്ല, നീയും കഴിക്കണ്ടല്ലോ. എന്ത് ഫസ്റ്റ് ഞാനും നോക്കും. നമ്മളടുത്ത കളി ജിങ്കിൻ ചാക്കടി. എന്തായാലും എനിക്ക് ഡ്രസ് എടുത്താൽ ഞാൻ നല്ല വൈരാഗ്യം വീട്ടിൽ
തീരുമാനമായി മക്കളെ. ഇതുവരെയായിട്ട് ഡ്രസ് എടുക്കാൻ പറ്റില്ലേ? എന്നുവെച്ചാ പിന്നെ ഡ്രസ് എടുക്കണമെങ്കിൽ ഒരു വാക്ക് ഞാൻ നിന്നോട് ചോദിച്ചു ഡ്രസ് വേണ്ടേ 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 എന്ത് ചെയ്യണം ചോദിച്ചോളൂ. ഡ്രസ് എടുക്കാൻ പോവാ. അപ്പൊ പറയണം ഡ്രസ് വേണമെങ്കിൽ ഏട്ടാ എനിക്ക് ഡ്രസ് വേണം. അങ്ങനെയല്ലേ ബർത്ത്ഡേ കുട്ടികൾക്ക് ബർത്ത്ഡേ കുട്ടികൾക്ക്. ഇത് കുട്ടിയുടെ അമ്മയായി ചിന്തിക്കണം. ഏത് താക്കൂട് മുത്തോ താക്കൂട് പെണ്ണെ വിശന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂട്ടന്നു കൂട്ടിനൊരു പൂമരക്കൊമ്പ്. പാത്രം അടുപ്പത്തേക്ക് ഏത് പാത്രം വേണ്ടേ? അടിയില് നോൺ സ്റ്റിക്കിന്റെ പാത്രം കറി വെക്കുന്നത്. ഇതിലില്ലല്ലോ. ഇതിലുണ്ട്. ഇതിലില്ല. ആ വാലിലാണ് ഇതിന്റെ പാത്രത്തിൽ. വാല് കുട്ടീനെ എഴുന്നേക്കും. ഇപ്പൊ പണിഷ്മെന്റ് മൊത്തം അടിക്കാൻ തോന്നുന്നത് സബോള കൂടെ അരിയിപ്പിക്കണ്ടായിരുന്നു. അയ്യോ ഇപ്പത്തെ നെക്സ്റ്റ് ഞാൻ വെച്ചുട്ടാ കഴുകി. സോ ഫാസ്റ്റ് മാൻ. നീ എന്താ ഇങ്ങനെ? എന്താ വേണ്ടേ? കടുകെടുത്തോ. നീ മുളകും പൊടി എടുത്തേക്കണം. മുളകും പൊടി ശബ്ദം കേട്ടു. ഞാൻ പറഞ്ഞു എനിക്കവിടെ ശബ്ദം കേട്ടാ അറിയാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഓയിൽ ഉണ്ടാക്കിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കാം. ചേട്ടാ എവിടെ വരുന്നില്ലാണ്ടാളും? എനിക്കറിയാം. അവള് എന്താണെന്ന് വെച്ചാൽ രാവിലെ എണിച്ചിട്ടുണ്ട്. ഇതുവരെയ്ക്ക് ഉറങ്ങിയിട്ടില്ല. എന്റെ കുട്ടിക്ക് ഉറക്കം കുറവുള്ള കുട്ടിയാ. രാത്രി നേരത്തെ ഉറങ്ങും. അപ്പോഴും പച്ചമുളക് എടുക്കണം. പച്ചമുളകും എല്ലാം ഇടണം. മാക്സിമം ഇങ്ങനെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ഉണ്ടാക്കണം. അതാണ് ഇന്നത്തെ എന്റെ പ്ലാൻ. എനിക്ക് ഡ്രസ് എടുത്താന്നില്ല. ബർത്ത്ഡേക്ക് ഒന്നും ഇതൊരു തീരുമാനമായിരിക്കുന്നില്ല. അത് നമ്മൾ വൈകായി കിട്ടും. ഇനി എല്ലാ ഭാര്യമാരും ഇത് കണ്ടു വെച്ചോളാം. ബർത്ത്ഡേ ഡ്രസ് എടുത്തതെങ്കിൽ ഫുഡിൽ എരി കൂട്ടിയിട്ട് അത് പണി കൊടുക്കുക. എവിടെ രണ്ടാളും കാണാലല്ലോ. അവിടെ കളിക്കാം. നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പോവാം. അപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് ഇട്ടു കേട്ടോ. ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ചോറിനുണ്ടാക്കുന്ന തക്കാളി കറിയാണ്. അതിൽ സ്പെഷ്യലായിട്ടൊന്ന് മുളക് പൊടി കുറേ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ആ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാനിങ്ങനെ സബോള ഇടാൻ പോവുകയാണ്. അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വരണം കേട്ടോ. അപ്പോൾ നന്നായി പൊട്ടിയൊക്കെ വന്നു. അപ്പോൾ സബോളയൊക്കെ ഇട്ട് ഇത് ഉപ്പിട്ട് നന്നായി വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തതിൻ്റെ ശേഷമാണ് നമുക്ക് ഈ മുളക് പൊടി നമ്മൾ പൊടി ഐറ്റംസൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഒരുപാട് മറ്റുള്ള പൊടികളോ കാര്യമായിട്ട് കറി ടേസ്റ്റ് ആക്കാൻ നോക്കണില്ല. കാരണം
എന്തായാലും എരിവ് മാത്രമാണ് മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും വലിയ കാര്യത്തിൽ അറിയില്ല. പിന്നെ 2 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചോറിടാൻ പോകട്ടെ. ചോറ് സെയിം അളവിൽ ഇടുന്നത്. പിന്നെ കുറേ ഇടണോ വേണ്ടേ എന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ കുറേ ചോറ് വെച്ചിട്ടുണ്ട്. 1 2 3 4 1 2 ഫേവറേറ്റ് ടൈം തന്നെയാണ് ഞെട്ടുണ്ട്. ഒരു 4.5 പേര് ചോറിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഉണ്ട്. ഇങ്ങനെ കാണാൻ ഒരു അത്യാവശ്യം ചോറുണ്ട്. എന്തെല്ലാം കറി നമുക്ക് സെറ്റാക്കാം. നന്നായി വാടി വരണം. കരിഞ്ഞു വന്നു. പിന്നെ ചോറിടാൻ പോയി. ഇത് നന്നായി വാടി ചേർത്തേക്കാം. എന്തായാലും ഇത് ഏകദേശം മൂത്തൊന്നുണ്ട്. അപ്പം കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ കുറവാണ്. ജസ്റ്റ് ഒന്ന് ഒഴിച്ചത് മാത്രം ഒഴിച്ച് കൂടിയത്. ഇങ്ങനെ കുഴപ്പമില്ല. ഇതൊന്നും ശരിക്കും ആർക്കും നന്നായി കഴിക്കാൻ പറ്റില്ല. നമ്മൾ മസാലകൾ ഇടുക കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ച്, കറി മസാല, കറി മാത്രം ഒന്നുമില്ല. വേണോ വേണ്ടതെന്നുള്ള നിലയ്ക്ക്. ഇനിയാണ് നമ്മളെ രാജാവ്. അവനാണ് നമ്മുടെ രാജാവ്. അവനിടെ ഞാൻ വലിയ ടേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന് ടേസ്റ്റ് മുളക് പൊടി അതിനകത്ത്. ഇതെന്താ വെട്ടിന്റെ പണിയാവുന്ന എനിക്ക് തോന്നണം. മുളകൊക്കെ നന്നായി മൂത്ത് വന്നു. പിന്നെ തക്കാളി ചേർക്കാം. ഇതാണ് നമ്മളെ കറി. ഈ കറി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് സാധാരണ വെക്കുമ്പോൾ. ഇന്ന് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ്. കറിയുടെ കളർ നിങ്ങൾക്ക് കാണാണ്ട. വെറും മുളക് പൊടി മാത്രമുള്ള കളറൊന്നുമില്ല. തക്കാളി കുടഞ്ഞ് വന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം. തക്കാളി ഒന്ന് വാടി വരട്ടെ. ചെറുതായിട്ട് ചെറുതിയിട്ട് വാക്കാം. അപ്പോൾ അത് നന്നായി വാടി വന്നപ്പോൾ ഞാൻ എനിക്ക് ആദ്യം ഒഴിച്ചത് കഞ്ഞിവെള്ളം കേട്ടോ. കാരണം ഇതൊന്ന് നന്നായി കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ച് ഗ്രേവി കുറച്ച് കട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നന്നായി ഇത് വറ്റിച്ചെടുക്കണം. നല്ല തിക്കാക്കി എടുക്കണം. കാരണം എന്നാലേ എരിയുടെ കടുപ്പം നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് നന്നായി വറ്റിച്ച് ശരിക്കും എന്താ പറയുക, ഒരു ഉപ്പേരി പരിവാക്കി എടുത്തൂല ഏട്ടാ. ഇല്ലേ, നല്ല റോസ്റ്റ് പോലെ ആക്കി എടുത്തു കേട്ടാ. അപ്പം അതാ നന്നായി ഇളക്കി സെറ്റാക്കണ്ട. അപ്പം ഞാൻ അങ്ങനെ തൊട്ട് നോക്കണം. അപ്പം നല്ല എരിവുണ്ട്. അവിടെ ഞാൻ ശബ്ദം ഉണ്ടാക്കുന്നു, പക്ഷെ അത് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. അപ്പം ഇതാ കറി ഇവിടെ ഒന്ന് കുറുകട്ടെ. കാരണം ഒന്ന് കുറുകി കിട്ടണം. എന്നാലും എരി ഒന്ന് കടുക്കുള്ളൂ. ഇതൊന്ന് കുറുകി കിട്ടട്ടെ. പിന്നെ അപ്പേനും മോളും കാണിച്ചു തരാം കേട്ടോ. ചോറ് മുഴുവൻ വെച്ചിട്ടുണ്ട്. അയ്യോ സ്റ്റാലില്ല. അപ്പേനും മോളും ഞാൻ കാണിച്ചു തരാം.
എന്താ കണ്ണുമൊക്കെ ഇപ്പൊ കണ്ണുമൂക്കല്ലേ എടുത്തിട്ടുള്ളൂ. ഇനി എരിയാൻ പോകുന്ന ബാക്കിയുള്ള വലിയ ടീസ്പൂൺ പള്ളേ, അതുകൊണ്ട് 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട്. സവാള ഞാൻ നോക്കി വടെ സംഭവം ഇപ്പം കണ്ണു മൂക്കാടിന്റെ അല്ലേ എനിക്ക് പോകൂലേ. ഇന്ന് ഏതിലും ഒന്ന് തീരുമാനവും. കാണാം എന്താവും കറി. അത് തീരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നിക്ക് ആ പാത്രത്തിലെടുക്ക്. അതാ പാത്രം ആ പകുതി. ഒരാൾക്കുള്ള കറി. ഈ കറി മൊത്തം തീർത്താലാണ് ചോറ് മാത്രം തിന്നത് തന്നെ ഈ കറിയും തീർക്കണം. എന്നാലാണ് വിജയിക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോ കിട്ടിയല്ലേ അങ്ങനെയല്ല, കറി നിറയ്ക്കാൻ എന്നിട്ട് കൊട്ട്. ഇങ്ങനെ പരത്തണ പരിപാടി ഇല്ല. ഒപ്പിക്കണ നോക്ക്. എങ്ങനെ ഒപ്പിച്ച് കറക്റ്റാ വരിക. അതിനും കൂടുതൽ ഇതില്ല. അത് വെറുതെ എണ്ണിത്തരല്ലേ. അപ്പോൾ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും പ്ലേറ്റ് ഇതാണ്. കറി ഭംഗിക്കൊരു പച്ചമുളക് വെച്ചിട്ടുണ്ട്. ഡയറി മിൽക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എപ്പോഴും ആർക്കും എന്താന്ന് സാഹചര്യം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്യാം. വെള്ളമൊന്നുമില്ല കേട്ടോ, വെള്ളമൊന്നുമില്ല. ഡയറക്റ്റ് ടൈം വെക്കണോ? ടൈം വെച്ചൊന്നും തീരില്ല. എന്തായാലും ടൈം ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ തീർക്കാൻ പോവാണ്. തീരും. അയ്യോ, തുടങ്ങിയാലോ? എന്തോ ചില സ്ഥലത്ത് മ്യൂട്ട് ആക്കേണ്ടി വരുന്ന തോന്നുന്നുണ്ട്. അപ്പൊ ആരും ഒന്നും വിചാരിക്കരുത്. ഇത്ര എരിവുണ്ടായിട്ട് നിങ്ങക്ക് പച്ചമുളക് കഴിക്കാൻ കിട്ടിയ ധൈര്യം. ജയിക്കണം, ഇതും കഴിക്കണം. അല്ല പച്ചമുളക് ഞാൻ ക്യാൻസൽ നീ തിന്നിട്ട് കൊണ്ട് പോയാ മതി. കറി മൊത്തം തീനട്ടാ. ഞങ്ങളോട് പറഞ്ഞ പച്ചമുളക് നടക്കും. ചുണ്ടൊക്കെ എരിയണു. ചോറിനോട് പിന്നെയും കറി പോവും. ചോറ് തീർന്ന പിന്നെ കറി പോവില്ല. കറി തീർന്നാലേ ജയിക്കുള്ളൂ. ഫേടാൻ പറ്റുമോ? ചുണ്ടൊക്കെ എരിഞ്ഞു തുടങ്ങി. ഒരു തേങ്ങയില്ല. നീ കഴിക്കണേ. നിനക്കായി ബുദ്ധിമുട്ട്. നിർത്തിട്ടെ. നോക്കരുത്.
അമ്മേ എന്റെ ചുണ്ടൊക്കെ പൊട്ടിട്ടാ. ഇപ്പൊ എല്ലാം അറിയണ്ട്. നിന്റെ ചോറ് കുറച്ചാ ചോറിന്റെ കളർ കണ്ട. അതിലൂടെ വെള്ളല്ലേ മറക്കില്ല. വെള്ളില്ല. ആ 3 ടീസ്പൂൺ ആകുമ്പോൾ വലിയ ടീസ്പൂണാണ്. 2 നല്ല എരിവുള്ള ചെറുത് ഇട്ടുണ്ട്. തിന്നോളം പറയില്ല. ഒന്ന് നിർത്തി കഴിഞ്ഞാൽ തിന്നോണ്ടൊക്കെ അറിയാമോളെ. എന്താ നീ തിന്നോണ്ടിരിക്ക പറയില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. ഈ തിന്നോണ്ട് കഷ്ടമല്ല. നെഞ്ചറിയ നിന്റെ ഒരു വെത്ത് പോയി തോറ്റു. ഇവൻ കളക്കല്ലേട്ടാ. ഞാൻ കറി കൂട്ടണല്ല ഇങ്ങനെ കൂട്ടിയില്ല. അയ്യോ അത് വീഡിയോ എടുത്തിട്ട് ഒരാളില്ലാത്ത അറിയാത്ത ശരിക്കും അറിയണമെങ്കിൽ ഇവിടെയൊക്കെ കാണും. സോ എന്തായിട്ടാ മഴയുണ്ടോ? പുറത്തുനിന്ന് വലിയ ശബ്ദം തോന്നിട്ട് പോയി നോക്കില്ല. എന്റെ വായൊക്കെ പൊട്ടിയാൽ നന്നായിട്ട് അറിയാനുണ്ട്. എനിക്കറിഞ്ഞില്ല. നീ തോറ്റു പറഞ്ഞോ? ഇല്ല, ഈ ഫുള്ള് തീർക്ക്. ചോള ചൊന്നല്ലാട്ടത് ഇതും ഇതല്ലേ എന്തോന്നാണ് മേടിക്കണം. മുളക് പൊടിക്കണം. വരുക ഞാൻ ഒന്ന് പുറത്തിട്ട് പിന്നെ കൊട്ടവെള്ളം കിട്ടും. ഞാൻ തിന്നുണ്ടോ? അത് തിന്നെ ഞാൻ തിന്നുണ്ട്. എന്റെ തീരാറായിട്ടാ. ഇതില് ശരിക്കും മുളക് പൊടിയുടെ കുത്തറി കറിയുടെ ടേസ്റ്റ് അല്ല. അല്ലല്ലോ മുളക് പൊടി മാത്രമേ മുളക് പൊടിയുടെ കുത്തടിക്കണം. താത്തേ തോറ്റില്ല. കയ്യൊക്കെ ചുറ്റൂ തുടങ്ങി. വ്യവസ്ഥ ഞാൻ തോറ്റു. കേട്ടോ തോറ്റു. കേരള
എന്താ കേറില്ല, ഞാൻ റിസ്കിനില്ല. ഞാൻ ജയിച്ചുട്ടാ. ശരിയോ ശരിയോ എന്നാണ് ചോർന്ന് തന്നെയാണ് ഉണ്ടത്. ഐസ്ക്രീം എടുത്ത് അതല്ലോ അത്താണ് പോകുമ്പോ ഒരു സുഖ. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാം. എരിയണ്ടേ മഴ പെയ്യുന്നു. വരുന്നില്ലേ? ഇത് കഴിച്ചവിടെ കൂടുതൽ പ്രശ്നമായിരുന്നു. വിളിച്ചോ വിജയിച്ച എനിക്ക് ചെറിയ കഷ്ടം. ചുണ്ടൊക്കെ സൈഡൊക്കെ എരിയണ്ടേ. ഏട്ടാ അപ്പൊ ഞാനായിട്ട് ജയിച്ചു. ചോറുണ്ടോ എൻ്റെ ആണ് കൂടുതൽ തീർന്നത്. കറിയുടെ കളറുണ്ടോ? സാധാരണ കാശ്മീർ ചില്ലി പൗഡർ ഒക്കെ ഇട്ടിട്ട് ഈ കളർ എടുത്താണ്ട് സാധാ മുളകും പൊടിയാ. ചില്ലി പൗഡർ വലിയ ഒന്നുമില്ല കേട്ടാ. ഒരു ചേട്ടാ തലക്കെ ഇറങ്ങുക. എൻ്റെ ചുണ്ടെനിക്ക് തോന്നുന്നു തിന്നതിൻ്റെ ഒരു സൈഡ് കോടിപ്പോയ പോലെ പോയി. നിനക്കുണ്ടായ ചുണ്ടൊരു സൈഡിക്ക് പോയി. എൻ്റെ ചുറ്റും പുള്ളുണ്ട്. ഞാൻ ഐസ്ക്രീം എടുത്തിട്ട് പരാട്ടാ. എന്നെ മേടിച്ച ഐസ്ക്രീം ആയിട്ട് മനസ്സിലായാണോ? കൊറേ നാളും മരിച്ചേ. എത്ര ദിവസമുണ്ട്? കുറെ ദിവസമായിട്ട് ഞങ്ങൾ വർക്കിനൊക്കെ പോകാൻ മുന്നേ മേടിച്ചാൽ നമ്മൾ ഫീസിന് അയച്ചേക്കാനോ അലിഞ്ഞ് കഴിച്ചു. മസാല കുനാഫ ഇവിടെ ബാത്റൂമിന് ഇറങ്ങാൻ പറ്റുമോ നോക്കിയോ കേട്ടോ. പോണ വഴി ഇപ്പൊ എനിക്കറിയാം. ഇവിടെ എത്തിയിട്ടുള്ളൂ. കറി തീർത്തി ഞാനാ ചോറ് തീർത്തി ഞാനാ. അങ്ങനെ പറ്റാത്ത
അതിനായിട്ട് പറ്റും ചോറിൻ്റെ കൂടെ അതിന് പറ്റില്ല. ഇതെല്ലാരും രക്ഷപ്പെട്ടു. അതെ ചെയ്യാൻ പറഞ്ഞോ എനിക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ എനിക്ക് ഈ സാധനത്ത് നിൽക്കാൻ താല്പര്യം. എന്നോട് കുറെ ഉടക്കുണ്ടായി. ഞാൻ പറഞ്ഞ ചലഞ്ച് ആകുമ്പോൾ പറഞ്ഞിട്ട് ടാസ്കുകൾ എടുക്കണം എന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ ഇതിലൊക്കെ കഴിക്കുള്ളൂ. പക്ഷെ ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് സാധനം. അതിങ്ങനത്തെ ചലഞ്ചുകളോട് താല്പര്യമില്ല. ചലഞ്ചൊക്കെ ഇഷ്ടം. പക്ഷെ എരുവിന്റെ ചലഞ്ചിനോട് ഇങ്ങനത്തെ ചോറില് കറിയിലൊക്കെ ഉണ്ടാക്കുന്നത് ഇഷ്ടമില്ല. അങ്ങനത്തെ ചിപ്സിന്റെ ചലഞ്ച് വരെ വെച്ചിട്ടുണ്ടായിരുന്നു മാഗിലോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത് ആ ഭയങ്കരമായിട്ട് അളവുണ്ടാക്കിയത് നടക്കാത്ത കാര്യം. നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഇനിയാ നിൽക്കില്ല. ഒറ്റയ്ക്ക് ചെയ്താൽ മതി. എരിഞ്ഞ് പണ്ടാറണ്ട ഇരിക്കുമ്പോ കഴിച്ചു പോയിരുന്നു. ഞാനാ പറഞ്ഞേ ചെയ്യണ്ട. ശീലരുണ്ടാവും ചിലർക്ക് എരിവ് എത്രയായാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തീരെ പറ്റില്ല. ഞാൻ അതാണ് എന്റെ ചോറ് അരിഞ്ഞില്ല. എനിക്ക് നല്ല എരിവൊന്നും പറ്റില്ല. എനിക്ക് ഒരു മീൻ മറുപടി കഴിച്ചിട്ട് അറിയാം. ശരിക്കും ചിക്കൻ കറി 12 ദിവസം കുടിച്ച് കഴിഞ്ഞാൽ കുറേ ചിക്കൻ കറി കഴിക്കാൻ പറ്റും. അത്ര കഷ്ടാവും. ഞാൻ അത്യാവശ്യം എരിവ് കൊണ്ടു എനിക്ക് ടെൻഷൻ. സ്ഥാനത്ത് 3 ടീസ്പൂൺ ഇട്ടത് 2 പച്ചമുളക്. പറ്റില്ല. പറ്റില്ല. അതന്നെ പറയാം. അപ്പൊ ഇത്ര കൂട്ടാ നല്ല ബിരിയാണി അവനിപ്പോഴും ഓർത്തിയില്ല. കൊടുക്കാം എന്തായാലും ഇതിന്റെ റിവ്യൂ കട്ടിട്ട് അറിയാൻ പറ്റുള്ള. ബൈ ബൈ മക്കളെ ബൈ. വാഴ കഴിച്ച് മാറ്റാൻ മാറ്റുമ്പോ ചെയ്യാത്ത ബൈ പൊക്കോ. ഓ പോയിട്ട്